നിർണയം സംബന്ധിച്ചുള്ള പ്രപ്പോസൽ ജില്ലാ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത് തയ്യാറാക്കി. അത് സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്ത് അംഗീകരിച്ച് പിന്നീട് ജില്ലാ കമ്മിറ്റിയിൽ നിർദ്ദേശങ്ങൾ തീരുമാനം അവതരിപ്പിച്ച് ജില്ലാ കമ്മിറ്റിയുടെ അഭിപ്രായം കേട്ട് മണ്ഡലം കമ്മിറ്റിയുടെ അഭിപ്രായം കേട്ട് അങ്ങനെ പാർട്ടി മുന്നോട്ടേക്ക് വെക്കുന്ന സംഘടനാപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ് ടീച്ചറെ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. CPM-നെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കകത്ത് വിവിധ തലങ്ങളിൽ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി യോഗ്യതയുള്ള നിരവധി പേരുണ്ട്. 5 ലക്ഷത്തിലേറെ പാർട്ടി അംഗങ്ങളുള്ള പാർട്ടിയാണ് CPIM. അതിൽ ചുരുക്കം ചിലർക്ക് മാത്രമേ ജനപ്രതിനിധികളായിട്ട് മാറുന്നതിന് വേണ്ടി സാധിക്കുകയുള്ളൂ. ഇപ്പോൾ പാർട്ടി വിവിധ തലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ സ്ഥാനാർത്ഥികളാണ്, അവർ തന്നെയാണ് ഏറ്റവും മികച്ചവർ എന്ന് പാർട്ടി കാണുന്നില്ല. ഇപ്പൊ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കപ്പെടാത്ത പലരും ഇപ്പം നിശ്ചയിച്ചിട്ടുള്ള പലരെക്കാളും മികച്ചവർ തന്നെയാണ്. അപ്പോൾ നിലവിൽ നിശ്ചയിക്കപ്പെട്ട സ്ഥാനാർത്ഥികളെക്കാൾ യോഗ്യരായിട്ടുള്ള പലരും സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കപ്പെടാത്ത ആളുകൾ എടുത്ത് പരിശോധിച്ച് നോക്കി ഉണ്ടായേക്കാം. സാധാരണ നിലയിൽ വിവിധ ഘടകങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് പാർട്ടി അതിന്റെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത്. കണ്ണൂർ ജില്ലയിലും അതുപോലെ വ്യത്യസ്ത മാനദണ്ഡങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥികളായിട്ട് സഖാക്കളെ നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പോൾ പാർട്ടിയുടെ വിവിധ തലങ്ങളിലുള്ള സഖാക്കളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പല നേതാക്കളുടെയും ഭാര്യമാരും ബന്ധുക്കളും സ്ഥാനാർത്ഥികളായി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഞാനീ പറഞ്ഞത് മാത്രം നിങ്ങൾ അടർത്തിയെടുക്കണ്ട. പക്ഷെ അങ്ങനെ നിശ്ചയിക്കപ്പെടുന്ന ആരും അല്ലെങ്കിൽ ആരെയും അവരുടെ ബന്ധുത്വം പരിഗണിച്ചുകൊണ്ടല്ല സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അവര് പലരും പാർട്ടിയുടെ വ്യത്യസ്ത തലങ്ങളിലുള്ള ചുമതല നിർവഹിക്കുന്നവരായിരിക്കും. അപ്പൊ ബന്ധുത്വമുണ്ടായാലും ഇല്ലെങ്കിലും ഓരോ വ്യക്തിയും അവര് പാർട്ടിക്ക് നൽകുന്ന സംഭാവന, പാർട്ടിയുടെ പ്രവർത്തനം, പാർട്ടിയുടെ നൽകിയിട്ടുള്ള ചുമതലകൾ, ഇതെല്ലാം നിർവഹിക്കുന്നതിനെ കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കൂടിയാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് എന്ന് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ശ്യാമൾ ടീച്ചറെയും പാർട്ടി സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടുള്ളത്. PK ശ്യാമൾ ടീച്ചർ 10-40 വർഷക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പൊതുജീവിതമുള്ള പാർട്ടി നേതാവാണ് ശ്യാമൾ ടീച്ചർ. ഹൈസ്കൂൾ പഠന കാലത്ത് തന്നെ SFIയുടെ പ്രവർത്തകയായിരുന്നു. മട്ടന്നൂർ PRNSS കോളേജിൽ SFIയുടെ നേതാവായിരുന്നു സഖാവ് PK ശ്യാമൾ ടീച്ചർ. അവിടെ വൈസ് ചെയർപേഴ്സണായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥിതിയുണ്ടായി. അതുപോലെ SFIയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച ഘട്ടമുണ്ടായിരുന്നു. DYFയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു അവർ. മഹിളാ അസോസിയേഷന്റെ കീഴൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. മഹിളാ അസോസിയേഷന്റെ മട്ടന്നൂർ ഏരിയ കമ്മിറ്റി, അതിന്റെ സെക്രട്ടറിയായിട്ട് KK ശൈല ടീച്ചർ പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ ആ കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു ശ്യാമൾ ടീച്ചർ. അപ്പോൾ വ്യത്യസ്ത ചുമതല നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ശ്യാമൾ ടീച്ചർ, ആ ടീച്ചറെയാണ് പാർട്ടി നേതാവായിട്ടുള്ള, മഹിളാ അസോസിയേഷൻ നേതാവായിട്ടുള്ള, DYFI നേതാവായിരുന്ന, SFI നേതാവായിരുന്ന ഒരു സജീവ പാർട്ടി പ്രവർത്തകയും നേതാവായിട്ടുള്ള ഒരാളെയാണ് ഗോവിന്ദമാഷ് കല്യാണം കഴിക്കുന്നത്. വിവാഹത്തിന് ശേഷം വീട്ടിൽ ഒതുങ്ങി അല്ലെങ്കിൽ അധ്യാപന ജീവിതവുമായി അതിൽ ഒതുങ്ങി ജീവിക്കുക എന്നുള്ള നിലപാടല്ല ടീച്ചർ സ്വീകരിച്ചത്. മൊറാഴയിലും മഹിളാ അസോസിയേഷന്റെ സജീവ പ്രവർത്തകയായി, അവിടെ വില്ലേജ് സെക്രട്ടറിയായി, പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പറായിട്ട്, പിന്നീട് മഹിളാ അസോസിയേഷന്റെ ഏരിയ കമ്മിറ്റി അംഗമായി, ഏരിയ ഭാരവാഹിയായി, പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമായി, ഇങ്ങനെ വ്യത്യസ്ത ചുമതലകൾ നിർവഹിച്ചു. അതിനുശേഷം പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായി, മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയായി, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായി, കേന്ദ്ര കമ്മിറ്റി അംഗമായി,
ശ്യാമൾ ടീച്ചർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ഒരു നേതാവാണ്. ആ പാർട്ടി നേതാവിനെയാണ് പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. നേരത്തെയും ജനപ്രതിനിധിയായിട്ട് ടീച്ചർ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ആന്തൂർ നഗരസഭ നിലവിൽ വരുന്നതിന് മുമ്പ് 2000 തളിപ്പറമ്പ് നഗരസഭയുടെ ചെയർപേഴ്സണായിരുന്നു. പിന്നീട് ആന്തൂർ നഗരസഭ ചെയർപേഴ്സണായിട്ടും ശ്യാമൾ ടീച്ചർ പ്രവർത്തിക്കുകയുണ്ടായി. ഇപ്പൊ പാർട്ടി കണ്ടെന്താ? ഞാൻ നേരത്തെ പറഞ്ഞു, വ്യത്യസ്ത ഘടകങ്ങൾ പരിഗണിക്കും. കണ്ണൂർ ജില്ലയിൽ 2 വനിതാ സ്ഥാനാർത്ഥികൾ ഉണ്ടാവണമെന്ന് പാർട്ടി നിശ്ചയിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ജില്ലയിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് നിർണയിക്കുമ്പോൾ, പ്രത്യേകിച്ച് വനിതാ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ, കണ്ണൂർ ജില്ലയിൽ സ്വാഭാവികമായും ഉയർന്നു വരാകുന്ന പേര് തന്നെയാണ് പി കെ ശ്യാമൾ ടീച്ചറുടെ പേര്. അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ ആയതുകൊണ്ടല്ല, അത് സഖാവ് പി കെ ശ്യാമൾ ടീച്ചർ എന്ന് പറയുന്ന പാർട്ടി നേതാവിനെയാണ് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും പരിഗണിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു കാര്യത്തെ എത്ര മോശമായ രീതിയിൽ, എത്ര നീചമായ രീതിയിലാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വരെയായി പ്രവർത്തിച്ചിട്ടുള്ള ടി കെ ഗോവിന്ദമാഷ് അവതരിപ്പിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഗോവിന്ദമാഷ് പ്രശ്നം എന്താ? അദ്ദേഹം സ്ഥാനമാനങ്ങളെ സംബന്ധിച്ച് പറയുകയുണ്ടായി. പാർട്ടിയുടെ ഉന്നതമായ കമ്മിറ്റിയിൽ, ജില്ലയെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജില്ലയിലെ പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ കമ്മിറ്റിയിലെ അംഗമാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള ടി കെ ഗോവിന്ദമാഷ്. അങ്ങനെയുള്ള ഒരു പാർട്ടി നേതാവ് സാധാരണ നിലയിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് പാടില്ലാത്ത പാർലമെന്ററി മോഹവുമായി നടക്കുകയായിരുന്നു എന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. സാധാരണ നിലയിൽ അത്രയും ഉന്നതമായിട്ടുള്ള കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇത്തരം മോഹവുമായി നടക്കുകയാണ് എന്ന് പ്രതീക്ഷിക്കാനും കഴിയില്ല. ഇപ്പൊ ഞങ്ങളുടെ അനുഭവം എന്താ? ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വ്യത്യസ്ത പേരുകൾ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ജില്ലാ കമ്മിറ്റിയിൽ അല്ലെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ടി കെ ഗോവിന്ദമാഷയുടെ പേര് ആരും പറഞ്ഞിട്ടില്ല. ഒരാളും ആ പേര് പറഞ്ഞിട്ടില്ല. സ്വാഭാവികമാണ്, വ്യത്യസ്ത പേരുകൾ വരും. അങ്ങനെ വ്യത്യസ്ത പേരുകൾ വരുമ്പോൾ ആ പേരുകളെ സംബന്ധിച്ചൊക്കെ ചർച്ച ചെയ്ത് പാർട്ടി പൊതുവിലൊരു തീരുമാനമെടുക്കുകയാണ് ചെയ്യുക. പക്ഷെ ഒരു ഘട്ടത്തിലും ടി കെ ഗോവിന്ദമാഷ് എന്ന് പറയുന്ന പേര് ജില്ലാ സെക്രട്ടേറിയറ്റിലോ ജില്ലാ കമ്മിറ്റിയിലോ ആരും പറഞ്ഞിട്ടില്ല. ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഇപ്പൊ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഗോവിന്ദമാഷ പേര് ഒരാൾ പറഞ്ഞിരുന്നു. അത് ഗോവിന്ദമാഷ തന്നെയാണ്. സാധാരണ നിലയിൽ ഇപ്പൊ എൻ്റെ പാർട്ടി ജീവിതം വളരെ ചെറുതാണ്. പക്ഷെ ഞങ്ങളുടെ ആരുടെയും പാർട്ടി ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നേതാവ് എനിക്കെന്താണ് അയോഗ്യത, എന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് നാളിതുവരെ ഞങ്ങളൊരിക്കലും, ഞങ്ങളുടെ അനുഭവത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. പക്ഷെ ടി കെ ഗോവിന്ദമാഷ് അദ്ദേഹം ഇന്നലെ പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞല്ലോ, എന്നെ പരിഗണിച്ചാൽ എന്താ എന്നൊരു ചോദ്യം ചോദിച്ചില്ലേ? നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. എന്നിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ നിലപാട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടെ അവസാനിപ്പിക്കരുത്. എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞ നിലപാട്? അദ്ദേഹത്തിന്റെ നിലപാട് തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു. പക്ഷെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരായിട്ടുള്ള ആർക്കും അദ്ദേഹത്തിന്റെ പേര് പറയാൻ വേണ്ടി തോന്നിയിട്ടില്ല. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമുക്കൊക്കെ ഉണ്ടാവുന്ന അംഗീകാരം എത്രയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പരിമിതമായ വിനയെങ്കിലും നമ്മൾ കാണിക്കണ്ടേ? നമ്മളൊരു മഹാസംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും അംഗീകാരം എന്താണ് എന്നുള്ളത് ഇങ്ങനെ അഭിപ്രായ പ്രകടനം കാണുമ്പോഴെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു വിനയം യഥാർത്ഥത്തിൽ ടി കെ ഗോവിന്ദമാഷ് കാണിക്കേണ്ടതായിരുന്നു. ഇവിടെ ഇപ്പൊ ശ്യാമൾ ടീച്ചർ സ്ഥാനാർത്ഥിയായതാണോ ടി കെ ഗോവിന്ദമാഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം? ശ്യാമൾ ടീച്ചർ അല്ല. അതിനു പകരം മറ്റേതെങ്കിലും ഒരു പേരാണ് അവിടെ വന്നതെങ്കിൽ ടി കെ ഗോവിന്ദമാഷ് ഈ നിലപാട് സ്വീകരിക്കില്ലേ?
ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള ഒരാള് ഇങ്ങനെ ഒരു പാർലമെന്ററി വ്യാമോഹമായിട്ട് അതിന് പറ്റുന്ന കുപ്പായം ഇട്ട് നടക്കുന്ന ഒരാളാണെന്ന് പ്രതീക്ഷിക്കാൻ വേണ്ടി കഴിയുമായിരുന്നില്ല. പക്ഷെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അദ്ദേഹം നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചല്ലോ അദ്ദേഹത്തിന്റെ ചരിത്രം. ആ ചരിത്രം മുഴുവൻ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, എന്താ എന്നെ നിങ്ങൾ പരിഗണിക്കാത്തത്? അപ്പോ ഒരു കാര്യം ഉറപ്പാണ്, ഏത് സ്ഥാനാർത്ഥിയായാലും തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഏത് സ്ഥാനാർത്ഥിയുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടാലും അദ്ദേഹം ഈ നിലപാട് സ്വീകരിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രശ്നം ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയോടുള്ള വിരോധമല്ല. ഇപ്പൊ നിങ്ങളോട് തന്നെ പറയുന്നത് കേട്ടില്ലേ, എന്താ ശ്യാമൾ ടീച്ചർ മട്ടന്നൂർ മത്സരിപ്പിച്ചാൽ എന്താ കുഴപ്പം? അപ്പൊ ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വത്തോടുള്ള വിയോജിപ്പല്ല മട്ടന്നൂർ മത്സരിപ്പിക്കുക, പക്ഷെ തളിപ്പറമ്പ് വേണ്ട. എന്തുകൊണ്ടാണ് തളിപ്പറമ്പ് വേണ്ടാത്തത്? തളിപ്പറമ്പ് തന്നെ മത്സരിപ്പിക്കണം എന്നാണ് ടി കെ ഗോവിന്ദ മാഷയുടെ നിലപാട്. പക്ഷെ പാർട്ടി അത് കണ്ടിട്ടില്ല. അപ്പൊ അങ്ങേയറ്റം പാർലമെന്ററി അവസരവാദം, പാർലമെന്ററി ദുര അതുമായി കൊണ്ട് നടക്കലായിരുന്നു ടി കെ ഗോവിന്ദ മാഷ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അദ്ദേഹം ചെയ്തതെന്താ? സ്ഥാനാർത്ഥിത്വം ലഭിക്കാതെ വന്നപ്പോൾ KPCCയുടെ നേതൃത്വവുമായിട്ട് ബന്ധപ്പെടുകയാണ്. അങ്ങനെ ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ UDFന്റെ പിന്തുണ കിട്ടുമോ എന്ന് നോക്കുകയാണ്. പിന്തുണ എത്രയാണ് അവർ കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെ പിന്നെ നമുക്ക് കാണേണ്ടതാണ്. അതെന്തോ ആവട്ടെ. പക്ഷെ അങ്ങനെ ലഭ്യമാക്കുന്നതിന് വേണ്ടി അദ്ദേഹം പിന്നീട് എടുത്ത നിലപാടെന്താ? UDFന് വേണ്ടി രാഷ്ട്രീയമായിട്ടുള്ള നിലപാടെടുത്ത് കൊണ്ട് എതിരാളി പാർട്ടിക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം അദ്ദേഹം ഏറ്റുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ആ പ്രചരണത്തിന്റെ ഭാഗമാണല്ലോ ശൈല ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരായിട്ട് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഉൾപ്പെടെ ഇരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്തതെന്താ? 2 ടേം തുടർച്ചയായി മത്സരിക്കുന്ന സഖാക്കൾ മാറി നിൽക്കണം, പാർട്ടിയുടെ പൊതു നിലപാടാണ്. അങ്ങനെ മാറിയിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മണ്ഡലം പിടിച്ചെടുക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചാൽ മാത്രമേ അവിടെ ജയിക്കുകയുള്ളൂ എന്ന നിലയുണ്ടെങ്കിൽ, പിടിച്ചെടുക്കേണ്ടതാണെങ്കിൽ അവിടെ എക്സംഷൻ കൊടുക്കാം. ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഇപ്പൊ മട്ടന്നൂർ മണ്ഡലം, തലശ്ശേരി മണ്ഡലം, ഏത് സാഹചര്യത്തിലും ഇടതുപക്ഷം ജയിക്കുന്ന മണ്ഡലം, 2 സ്ഥലങ്ങളിൽ നിന്നും ഇപ്പൊ നിലവിലുള്ള MLA മാര് മാറി നിൽക്കണമെന്ന് തീരുമാനിക്കുക. അതിന്റെ കൂടെ ഞങ്ങൾ മറ്റൊന്നുകൂടി ചർച്ച ചെയ്യാണ്. ഈ മാനദണ്ഡത്തിൽ ഒരു വ്യവസ്ഥയുണ്ടല്ലോ, പിടിച്ചെടുക്കേണ്ട മണ്ഡലമാണെങ്കിൽ മറ്റൊരവസരം നൽകാം. ഞങ്ങൾ ചർച്ച ചെയ്തു. ശൈല ടീച്ചറെ പോലെ പൊതു സ്വീകാര്യതയുള്ള ഒരാള് കഴിഞ്ഞ തവണ 2-3000 വോട്ടിന് മാത്രമാണ് പേരാവൂർ മണ്ഡലത്തിൽ ഞങ്ങൾ പരാജയപ്പെട്ടത്. അങ്ങനെ പൊതു സ്വീകാര്യതയുള്ള ഒരു പാർട്ടി നേതാവ്, പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം തന്നെ, അംഗമായിട്ടുള്ള ഒരു പാർട്ടി നേതാവ് പേരാവൂർ മണ്ഡലത്തിൽ മത്സരിച്ചു കഴിഞ്ഞാൽ പേരാവൂർ മണ്ഡലം ജയിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഞങ്ങൾ ചർച്ച ചെയ്തതാ. ഞങ്ങൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയോട് അഭ്യർത്ഥിച്ചു. സാധാരണ നിലയിൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം, ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു പാർട്ടി നേതാവ് ടൈറ്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത് സംബന്ധിച്ച് സാധാരണ നിലയിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ലല്ലോ. പക്ഷെ ഞങ്ങൾ സംസ്ഥാന കമ്മിറ്റിയോട് അഭ്യർത്ഥിച്ചു, ഇങ്ങനെ ഒരു തീരുമാനം പാർട്ടി സംസ്ഥാന കമ്മിറ്റി എടുത്തു തരികയാണെങ്കിൽ പേരാവൂർ മണ്ഡലം ഞങ്ങൾ പിടിച്ചു തരും. സംസ്ഥാന കമ്മിറ്റിയും ശൈല ടീച്ചറും ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ശൈല ടീച്ചറെ സ്ഥാനാർത്ഥിയാക്കി നിർത്താമെന്ന് ഞങ്ങൾക്ക് അനുമതി തന്നു. ഇപ്പോ പേരാവൂർ മണ്ഡലത്തിൽ ശൈല ടീച്ചർ മത്സരിക്കുകയാണ്. ഞങ്ങൾക്ക് ഉറപ്പാണ് ആ മണ്ഡലം ജയിക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്തോ ഒതുക്കാനോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എതിരാളി നടത്തുന്ന പ്രചരണത്തെ KPCCയുടെ പ്രസിഡന്റിന് വേണ്ടിയിട്ട്, സണ്ണി ജോസഫിന് വേണ്ടി വിടുപണി ചെയ്യുന്ന പണിയല്ലേ ടി കെ ഗോവിന്ദ മാഷ് ചെയ്തത്? അപ്പൊ UDFന്റെ പിന്തുണ തേടിയ ഉടനെ തന്നെ UDFനും അതിന്റെ നേതൃത്വത്തിനും വേണ്ടി വിടുപണി ചെയ്യുന്ന ഒരു ജോലിയല്ലേ ടി കെ ഗോവിന്ദ മാഷ് ചെയ്തിട്ടുള്ളത്? അതിനുവേണ്ടിയല്ലേ അങ്ങനെ ഒരു പ്രചരണം നടത്തിയത്? ഇപ്പൊ സഖാവ് TI മസൂദന്റെ സ്ഥാനാർത്ഥിത്വം നുണപ്രചരണമാണ് നടത്തിയിട്ടുള്ളത്. പാർട്ടി ചർച്ച ചെയ്ത് കണ്ടു. എന്താണ് തെറ്റ്? പാർട്ടി കണ്ടെന്താ? സമയബന്ധിതമായി വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചിട്ടില്ല.
ടി.കെ. ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്ത് വിശദമായ പരിശോധന നടത്തി നിലപാടെടുക്കുന്നു. ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ആ നിലപാട് പാർട്ടിക്കകത്ത് പോയിട്ട് വിശദീകരിക്കുന്നു. അങ്ങനെയുള്ള ഗോവിന്ദൻ മാഷ് രാഷ്ട്രീയമായി UDF-മായി ഒത്തുകളിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ UDF-ന് പറ്റുന്ന രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് മസൂദന്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചും നേരത്തെ അദ്ദേഹം പാർട്ടിക്കകത്തും പുറത്തും സ്വീകരിച്ച നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം സ്വീകരിക്കുന്നു. ഇപ്പൊ ആരെങ്കിലും ഒരാൾ തെറ്റായ ഒരു പ്രചരണം ഒരു പാർട്ടി നേതാവിനെതിരായിട്ട് നടത്തിയാൽ ഞങ്ങളെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുക. ആ പ്രചരണത്തിന് വിധേയപ്പെട്ടുകൊണ്ട് അതിന്റെ മുന്നിൽ കീഴടങ്ങുന്ന സമീപനമല്ല ഞങ്ങൾ ഒരു ഘട്ടത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ തീരുമാനിച്ചത് അങ്ങനെ ഒരു നുണപ്രചരണം നടത്തി ഏതെങ്കിലും ഒരു പാർട്ടി നേതാവിനെ ശരിപ്പെടുത്താൻ വേണ്ടി പുറപ്പെട്ടാൽ അതിന് വിധേയപ്പെടാൻ വേണ്ടി പാർട്ടിക്ക് മനസ്സില്ല. ഞങ്ങൾ തീരുമാനിച്ചത് തന്നെയാണ്. അതുകൊണ്ട് ടി.ഐ. മധുസൂദനൻ വീണ്ടും മത്സരിക്കണം. അതുകൊണ്ടാണ് കണ്ടത്. ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് ഈ നുണപ്രചരണങ്ങൾ, വ്യക്തിഹത്യ നടത്തിക്കൊണ്ടുള്ള നുണപ്രചരണങ്ങളൊന്നും അവിടെയുള്ള ജനങ്ങൾ ഏറ്റെടുക്കില്ല എന്നുള്ള നല്ല വിശ്വാസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് ചർച്ച ചെയ്തുകൊണ്ടാണ് പൊതുവായിട്ടുള്ള ഒരു തീരുമാനം ഞങ്ങൾ എടുത്തത്. അപ്പൊ അതിനെയും രാഷ്ട്രീയമായി ഉപയോഗിക്കുക എന്നുള്ള സമീപനമാണ് ഇവിടെ UDF-ന്റെ പിന്തുണ തേടിപ്പോയിട്ടുള്ള ഗോവിന്ദൻ മാഷ്, ടി.കെ. ഗോവിന്ദൻ മാഷ് രാഷ്ട്രീയമായി നിലപാടെടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ രാഷ്ട്രീയമായി UDF-ന് ഒപ്പം നിന്നുകൊണ്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണല്ലോ പ്രവാസി വ്യവസായി ദൗർഭാഗ്യകരമായിട്ടുള്ള ആത്മഹത്യ ഉണ്ടായല്ലോ സാജന്റെ. ആ സംഭവത്തെയും രാഷ്ട്രീയമായി എതിരാളികൾ പാർട്ടിയെ കുത്തിവലിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു സംഭവം, അതിനെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചത് അതിന്റെ ഭാഗമായിട്ടാണല്ലോ അദ്ദേഹം പെരുന്നുണ പറഞ്ഞത്. എന്താ അദ്ദേഹം പറഞ്ഞത്? അവിടുന്ന് രേഖ നഷ്ടപ്പെട്ടു പോയി. ഏത് രേഖയാണ് അവിടെ നഷ്ടപ്പെട്ടു പോയത്? ഏത് ഫയലാണ് നഷ്ടപ്പെട്ടു പോയത്? നിങ്ങൾ വിവരാവകാശ പ്രകാരം അപേക്ഷ കൊടുത്തോ? ഏതെങ്കിലും ഫയൽ അവിടെ നഷ്ടപ്പെട്ടോ? അവിടെ അന്വേഷണം നടത്തിയല്ലോ ഈ ഉണ്ടായിട്ടുള്ള സംഭവത്തെ സംബന്ധിച്ച്. അന്വേഷണം നടത്തി. എന്താ? താൻ ഈ കസേരയിൽ ഇരിക്കുമ്പോൾ പെർമിറ്റ് നൽകില്ല ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ശ്യാമൾ ടീച്ചർക്കെതിരായിട്ട് കടുത്ത കടന്നാക്രമണം നടത്തിയത്. അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളത് തെളിയിക്കപ്പെട്ടില്ലേ? അന്വേഷണ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് കൊടുത്തില്ലേ? ആ റിപ്പോർട്ടിൽ പറഞ്ഞെന്താ? ഇങ്ങനെ മൊഴി നൽകിയ ആള് എവിടെ വെച്ച് എപ്പോൾ ടീച്ചറെ കണ്ടു? അങ്ങനെ പറയുന്നത് കേൾക്കണമെങ്കിൽ ടീച്ചറെ കാണണ്ടേ? അപ്പൊ എവിടെ വെച്ച് എപ്പോ കണ്ടു എന്ന ചോദ്യത്തിന് ഉത്തരവില്ലല്ലോ. അപ്പൊ കെട്ടിച്ചമച്ച ഒരു പ്രയോഗം, കസേരയിൽ ഇരിക്കുമ്പോൾ പെർമിറ്റ് നൽകില്ല എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു കെട്ടിച്ചമച്ച പ്രയോഗത്തെ ഉപയോഗിച്ചുകൊണ്ടല്ലേ കടന്നാക്രമണം നടത്തിയത്. വാസ്തവത്തിൽ നിങ്ങളൊന്ന് ആലോചിക്കേണ്ട, ഇപ്പോഴും ആ കെട്ടിടത്തിന് പെർമിറ്റ് കിട്ടിയിട്ടില്ല. താൽക്കാലിക പെർമിറ്റാ. ഏതെങ്കിലും ഒരു കെട്ടിടത്തിന് ഒരു ജനപ്രതിനിധി തീരുമാനിച്ച പെർമിറ്റ് കൊടുക്കാൻ പറ്റും? ബിൽഡിംഗ് റൂൾസിന്റെ വയലേഷൻ ഉണ്ടായാൽ ആ വയലേഷൻ റെഗുലറൈസ് ചെയ്യാതെ പെർമിറ്റ് കൊടുക്കാൻ വേണ്ടി പറ്റൂ? ഇപ്പൊ നിങ്ങളെല്ലാവരും കണ്ടു, മരട് ഫ്ലാറ്റ് പൊളിച്ചു. ആരൊക്കെ ശ്രമിച്ചു അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്? സംരക്ഷിക്കാൻ പറ്റിയോ? എന്താ കാരണം? അത് CR സെറ്റ് നിയമത്തിന്റെ ഉള്ളിൽ വരുന്നതാണ്. ഫ്ലാറ്റ് ഉണ്ടാക്കി. ആ ഫ്ലാറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ മരട് പ്രദേശം പഞ്ചായത്താണ്. ഇപ്പോഴും ഫ്ലാറ്റ് പൊളിച്ച് അതേ സ്ഥലത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് ഉണ്ടാക്കുക. കാരണം എന്താ? മരട് പഞ്ചായത്ത് ഇപ്പോൾ മരട് മുനിസിപ്പാലിറ്റിയാണ്. മുനിസിപ്പാലിറ്റിയിൽ ഈ ദൂരപരിധി ബാധകമല്ല. അതേ സാധനം ഇപ്പം ഉണ്ടാക്കുക. അപ്പൊ ഇത് ബിൽഡിംഗ് റൂൾസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ജനപ്രതിനിധി, ഞാനിത് ഒരു സ്ഥലത്ത് അന്വേഷിച്ച് നോക്കുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഭരിക്കുന്ന ഒരു പഞ്ചായത്തിലെ ജനപ്രതിനിധി, അവിടെയുള്ള ഒരു വാർഡ് മെമ്പർ, ആ വാർഡ് മെമ്പറുടെ വീട്ടിന് പെർമിറ്റ് കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം തന്നെ പറഞ്ഞു എനിക്ക് പെർമിറ്റ് കിട്ടൂലേ. ഈ ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ജനപ്രതിനിധിക്കല്ല, അത് ഉദ്യോഗസ്ഥർക്കാണ്. അവർ നിലപാട് സ്വീകരിക്കുന്നത് ചട്ടങ്ങൾ നോക്കിയിട്ടാണ്. അപ്പൊ ഒരു വിധത്തിലും അതുമായി ബന്ധപ്പെടാത്ത ഒരു പാർട്ടി നേതാവിനെയാണ്, ജനപ്രതിനിധിയാണ് നിഷ്ഠൂരമായ വിധത്തിൽ, നീചമായ വിധത്തിൽ കടന്നാക്രമണം നടത്തിയത്. അത് അന്വേഷണത്തോടുകൂടി തെളിഞ്ഞ കാര്യമാണ്. ആ കാര്യമാണ് UDF-ന് വേണ്ടി രാഷ്ട്രീയ
വിടുപണി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതോടുകൂടി ടി കെ ഗോവിന്ദ മാഷ് എന്ന് പറയുന്ന എക്സ് കമ്മ്യൂണിസ്റ്റ് ഇപ്പോ ആ നിലപാടുമായിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പൊ ഹാപ്പിനെസ് ഫെസ്റ്റിന്റെ സംഘാടക സമിതി, ഹാപ്പിനെസ് ഫെസ്റ്റ് നടത്തുന്ന അവിടെ ഒരു സംഘാടക സമിതി ഉണ്ട്. ആ സംഘാടക സമിതിയിൽ കൃത്യമായിട്ട് വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കുന്നുണ്ട്. ആ സംഘാടക സമിതി ഇവിടെ ഭാഗമായിട്ട് ഫൈനാൻസ് കൈകാര്യം ചെയ്തതിനു വേണ്ടി പ്രത്യേക സംവിധാനമുണ്ട്. അതിന്റെ ഭാരവാഹികളാണത് കൈകാര്യം ചെയ്യുന്നത്. ആ സാമ്പത്തിക കാര്യങ്ങൾ സ്പോൺസർഷിപ്പിലൂടെയാണ് കണ്ടെത്തുന്നത്. വരവ് ചെലവ് കണക്ക് അംഗീകരിക്കുന്നുണ്ട്. അംഗീകരിച്ച വരവ് ചെലവ് കണക്ക് ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നുണ്ട്. ഇതൊന്നും അറിയാത്ത ആളാണോ ടി കെ ഗോവിന്ദ മാഷ്? അറിയാത്ത ആളല്ലല്ലോ. പക്ഷെ അതിന്റെ മേലെ ഒരു പുകമറ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഇപ്പൊ സെലിബ്രിറ്റികളെയും മറ്റും കൊണ്ടുവരുന്നതിന് സ്വയം സന്നദ്ധമായി സഹായിക്കുന്ന ഒരാള് അദ്ദേഹത്തിന്റെ പേര് പോലും വലിച്ചടച്ചുകൊണ്ട് പുകമറ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചതെന്തിനാ? അപ്പൊ UDF ചട്ടുകമായി പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടല്ലേ പാർലമെന്ററി സ്ഥാനത്തിനു വേണ്ടി UDF ചർച്ച ചെയ്ത് പാർലമെന്ററി ചെളിക്കുണ്ടില് അകപ്പെട്ടിട്ടുള്ള ഒരു പാർട്ടി നേതാവായിട്ട് അദ്ദേഹം മാറുകയല്ലേ സംഭവിച്ചിട്ടുള്ളത്? അപ്പൊ സ്ഥാനാർത്ഥിത്വം ലഭിക്കാതെ വന്നപ്പോൾ കോൺഗ്രസുമായി ചേർന്ന് പാർട്ടിക്കെതിരായിട്ട് ടി കെ ഗോവിന്ദ മാഷ് രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം പാർലമെന്ററി അവസരവാദത്തിന്റെ ചെളിക്കുണ്ടിൽ അകപ്പെട്ടിരിക്കുകയാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി അദ്ദേഹത്തിന് വലിയ അംഗീകാരം നൽകി. ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം പാർലമെന്ററി സ്ഥാനങ്ങളെക്കാൾ ഏറ്റവും വലിയ സ്ഥാനം എന്ന് പറയുന്നത് പാർട്ടി പദവികളാണ്. അദ്ദേഹത്തെ പോലെ ഒരാള് പാർട്ടിയുടെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡിയായിട്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് വരെ എത്തി. ഒരുപക്ഷെ അദ്ദേഹത്തെക്കാൾ കഴിവുള്ള ആളുകൾ വേറെ ഇല്ലാത്തതുകൊണ്ടല്ല, പലർക്കും പല സമയത്തും അവസരം കിട്ടുകയാണ്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വരെയായിട്ട് അദ്ദേഹം മാറി. ഇപ്പൊ ഏറ്റെടുത്ത സ്ഥാനങ്ങളോ, പരിയാരം മെഡിക്കൽ കോളേജിന്റെ ചെയർമാനായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. തളിപ്പറമ്പ് കാർഷിക വികസന ബാങ്കിന്റെ പ്രസിഡന്റായിട്ട് 3 തവണ പ്രവർത്തിച്ചു. കേരള ക്ലേസ് ആൻഡ് സെറാമിക്സ് അതിന്റെ MD ആയി അദ്ദേഹം തുടർച്ചയായി പ്രവർത്തിച്ചു. ചെയർമാനായിട്ട് തുടർച്ചയായിട്ട് പ്രവർത്തിച്ചു. അതുപോലെ ഹാൻഡ്വീവിന്റെ ചെയർമാനായിട്ട് ഇപ്പൊ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലധികം അദ്ദേഹത്തിന് എന്താണ് വേണ്ടത്? ഇനി അദ്ദേഹത്തിന് MLA ആവണം. ഇങ്ങനെ പാർലമെന്ററി വ്യാമോഹമായിട്ട് ഒരു പാർട്ടി നേതാവ് നടക്കാൻ വേണ്ടി പാടുള്ളൂ. അങ്ങനെ നടക്കുമെന്ന് ആർക്കും പ്രതീക്ഷിക്കാൻ കഴിയുമോ? അപ്പോ അധികാരത്തോടുള്ള വല്ലാത്ത ഭ്രമം, സ്ഥാനമാനങ്ങളുടെ പിന്നാലെ പോകുന്ന ഒരു സമീപനം, സാധാരണ നിലയിൽ ഞങ്ങളെയൊക്കെ പാർട്ടിയാകെ ഞങ്ങൾ പഠിപ്പിക്കുന്നത്, ഞങ്ങളെയൊക്കെ പാർട്ടി പഠിപ്പിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റ് കേഡർമാര് സ്ഥാനമാനങ്ങളുടെ പിന്നാലെ ഓടുന്നവരല്ല. കമ്മ്യൂണിസ്റ്റ് കേഡർമാർ അവരുടെ ചുമതല കൃത്യമായി നിർവഹിക്കുമ്പോൾ സ്ഥാനമാനങ്ങൾ അവരെ തേടിയെത്തുകയാണ് ചെയ്യുന്നത്. അല്ലാതെ സ്ഥാനമാനങ്ങളുടെ പിന്നാലെ ഓടിപ്പോകുന്നവർ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് പറയാൻ കഴിയില്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്ന പാർലമെന്ററി അവസരവാദത്തിന്റെ ചെളിക്കുണ്ടിയിൽ അദ്ദേഹം പെട്ടിരിക്കുകയാണ്. അധികാരമോഹം തലക്ക് പിടിച്ച് പാർലമെന്ററി അവസരവാദ നിലപാട് സ്വീകരിച്ച് എതിരാളികളുമായി ഒത്തുകളിച്ച് പാർട്ടിക്കെതിരായിട്ട് രംഗത്ത് വരുന്ന ടി കെ ഗോവിന്ദ മാഷെയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ പാർട്ടി ജില്ലാ കമ്മിറ്റി കാര്യം വളരെ വിശദമായി ചർച്ച ചെയ്യുകയും പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള ടി കെ ഗോവിന്ദ മാഷ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നയത്തിനും തീരുമാനത്തിനും വിരുദ്ധമായി താൻ മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും UDF പിന്തുണ തേടുകയും ചെയ്യുമെന്ന് പത്രസമ്മേളനം നടത്തി പറയുകയും ചെയ്തത് തികഞ്ഞ സംഘടനാ വിരുദ്ധമായ നടപടിയാണ്. ഇത് കണക്കിലെടുത്തുകൊണ്ട് ഗോവിന്ദ മാഷെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി ജില്ലാ കമ്മിറ്റി തീരുമാനിക്കുകയും ആ തീരുമാനത്തിന് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ അംഗീകാരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. എന്തെങ്കിലും ജില്ലാ സെക്രട്ടേറിയറ്റിനകത്ത് ഒട്ടുമിക്ക ആൾക്കാർ ടി
കെ ശാമളയുടെ സ്ഥാനാർത്ഥിത്വത്തെ എതിർക്കുമെന്നാണ് പറഞ്ഞത്. പി ജയരാജൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ അടക്കം വിമർശനം ഉന്നയിച്ചതാണ്. അതിലൊരു വസ്തുതയില്ല. ഈ ടി കെ ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ വഞ്ചനയാണ് കാട്ടിയത്. അദ്ദേഹം വിവിധ പദവികൾ അലങ്കരിച്ചതിനെ കുറിച്ചുകൂടെ പറഞ്ഞല്ലോ. അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയാകണമെന്നുള്ള മോഹത്താൽ ഇപ്പോൾ കോൺഗ്രസുമായി ചേർന്ന് രാഷ്ട്രീയ വഞ്ചന നടത്തുന്ന പരിതസ്ഥിതിയിലാണ് ഇതുപോലെയുള്ള പാർട്ടി വിരുദ്ധ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. അദ്ദേഹം പറഞ്ഞല്ലോ ഹാപ്പിനെസ് ഫെസ്റ്റ്. ആ ഹാപ്പിനെസ് ഫെസ്റ്റ് അഴിമതിയും കൊള്ളരുതായ്മകൾ നടന്നതായി അദ്ദേഹം പറഞ്ഞല്ലോ. 3 വർഷമാണ് ഹാപ്പിനെസ് ഫെസ്റ്റ് നടത്തിയത്. ഹാപ്പിനെസ് ഫെസ്റ്റ് നടത്തുന്നത് ആ മണ്ഡലത്തിലെ ജനപ്രതിനിധികളുടെ ഒരു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഒരു സംഘാടക സമിതിയാണ്. എല്ലാ രാഷ്ട്രീയത്തിലും പെട്ടവർ അതിലുണ്ട്. അവരുൾക്കൊള്ളുന്ന സംഘാടക സമിതി നടത്തുന്ന ഹാപ്പിനെസ് ഫെസ്റ്റ് 2023-24, 2024-25 മൂന്നാമത്തെ വർഷത്തത് 2025-26 അത് വേണം. ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓഡിറ്റ് ചെയ്ത കണക്ക് ചാർട്ടേഡ് അക്കൗണ്ടന്റ് പരിശോധിച്ച് ആ ചാർട്ടേഡ് അക്കൗണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് അയച്ചു കൊടുത്ത് ഇൻകം ടാക്സ് റിപ്പോർട്ട് ഇൻകം ടാക്സിന് അയച്ചു കൊടുത്ത റിട്ടേണ് അക്നോളജ് ചെയ്ത സർട്ടിഫിക്കറ്റാണ്. അതിൽ ഒരു വർഷത്തെ മറ്റൊരു സംഗതി ഇതാണ്, അതിന്റെ രേഖയാണ്. സെൻട്രലൈസ്ഡ് പ്രോസസ്സിംഗ് സെന്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻകം ടാക്സിന്റെ ആ ഡിപ്പാർട്ട്മെന്റും ഇതെല്ലാം കണക്കുകൾ പരിശോധിച്ചിട്ട് അവരിങ്ങോട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഇത് പ്രകാരം തിരിച്ചു കിട്ടാനുള്ള ഒരു 18,690 രൂപയുണ്ട്. ഇനിയിപ്പോൾ 2025-26 സമർപ്പിക്കാനുണ്ട്. അത് തയ്യാറായിട്ടുമുണ്ട്. ഇതെല്ലാം യഥാർത്ഥത്തിൽ അവതരിപ്പിച്ചത് ആ സംഘാടക സമിതിയുടെ യോഗത്തിലാണ്. അത് കണക്ക് അവതരിപ്പിച്ച് അംഗീകരിച്ചതിന് ശേഷം ഓഡിറ്റ് ചെയ്ത് അയച്ചു എന്നുള്ളതാണ് ഇൻകം ടാക്സ് റിട്ടേണിൽ നിന്ന്. ആ റിട്ടേൺ അയച്ചതുകൊണ്ടാണ് അക്നോളജ് ചെയ്ത് കിട്ടുന്നത്. ഇതിൽ ഗോവിന്ദൻ മാഷ് ആ ഹാപ്പിനെസ് ഫെസ്റ്റിന്റെ വൈസ് ചെയർമാനാണ്. ഹാപ്പിനെസ് ഫെസ്റ്റിൽ ഇതുവരെ ചെലവഴിച്ച തുകയിൽ അവിടുത്തെ MLA ഒരു നയാ പൈസയുടെ വൗച്ചർ എഴുതി വാങ്ങിയിട്ടില്ല. മകന് അതിന്റെ ഒരു പണമിടപാടിലും ബന്ധമില്ല. പിന്നെ എന്തിനാ ഇങ്ങനെയൊരു കള്ളം പറഞ്ഞത്? അദ്ദേഹമാണെങ്കിൽ നേരത്തെ ഇത്തരം വല്ല പ്രശ്നമുണ്ടെങ്കിൽ പാർട്ടി കമ്മിറ്റിയിൽ പറയണ്ടേ? പാർട്ടി കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുമില്ല. യഥാർത്ഥത്തിൽ ഹാപ്പിനെസ് ഫെസ്റ്റ് തളിപ്പറമ്പ് മണ്ഡലത്തിൽ തുടങ്ങിയതാണെങ്കിലും കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു പരിപാടിയായി. ഏറ്റവും ഒടുവിൽ നടന്ന പരിപാടിയിൽ ശ്രദ്ധേയമായ ഒന്ന് വേടന്റെ ഗാനമേളയായിരുന്നു. വേടന്റെ പരിപാടി പല സ്ഥലങ്ങളിലും നടന്നപ്പോൾ ചില ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അവിടെ ഒന്നും ഉണ്ടായില്ല. ജനങ്ങൾ ആകെ സഹകരിച്ചു. ഇനി ഈ കണക്ക് അവതരിപ്പിച്ച യോഗങ്ങളോ, ആ യോഗത്തിൽ വൈസ് ചെയർമാൻ കൂടിയായ ഇദ്ദേഹം ഉണ്ടാകണമല്ലോ, ഇദ്ദേഹം അറിയാതിരിക്കൂലല്ലോ. ഹാപ്പിനെസ് ഫെസ്റ്റിന്റെ കണക്ക് അവതരിപ്പിച്ചത് 1/5/7/2023. രണ്ടാമത്തെ പരിപാടിയുടെ കണക്ക് അവതരിപ്പിക്കുന്നത് 22/5/2024. മൂന്നാമത്തത് ഇപ്പോഴാണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ തദ്ദേശ ദിനാഘോഷവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഫെബ്രുവരി 13 മുതൽ 19 വരെയായിരുന്നു ആ പരിപാടി. മാധ്യമ സുഹൃത്തുക്കളുടെ ആ സമയത്ത് അവിടെ ഉണ്ടാവും. അത് 10/3/2026 കമ്മിറ്റി അംഗീകരിച്ചു കഴിഞ്ഞു. അതിന് ഇൻകം ടാക്സിന്റെ റിട്ടേൺസ് അയച്ച് അത് ഈ 31 മുമ്പ് അയക്കണം. ഇതെല്ലാം രേഖകളായി ഇരിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഹാപ്പിനെസ് ഫെസ്റ്റിൽ അഴിമതിയും കൊള്ളരുതായ്മയും നടക്കുന്നു എന്നുള്ളത്. പച്ചക്കള്ളയല്ലേ? അതുപോലെയുള്ള കള്ളമാണ് പാർട്ടിക്കകത്ത്
സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു എന്നത്. ഇനി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇവിടെ രാകേഷ് വിശദമായിട്ട് പ്രതിപാദിച്ചു. എന്താ അതിൻ്റെ പോലീസ് റിപ്പോർട്ട്? സാജന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ദൗർഭാഗ്യകരമായ ഒരു മരണമായിരുന്നു സാജന്റെ. ഒരു പ്രവാസി വ്യവസായി, അദ്ദേഹം ആരംഭിക്കുന്ന സംരംഭത്തിന് എല്ലാ പ്രോത്സാഹനവും നൽകുന്നതാണ് ഇടതുപക്ഷ സർക്കാരിന്റെ സമീപനം. അന്ന് നമ്മളെല്ലാം ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് സാജൻ നമ്മെ വിട പറഞ്ഞു. അതിൽ എന്തെങ്കിലും ഉത്തരവാദിത്വം അന്നത്തെ ചെയർപേഴ്സണുണ്ടോ? ഇത് അന്ന് കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ടാണ്. അതിന്റെ 3-ാം പാരഗ്രാഫ്. ഞാൻ ഈ കസേലയിൽ ഇരിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് പെർമിറ്റ് കിട്ടില്ല എന്ന് ശ്യാമള ടീച്ചർ പറഞ്ഞതായി 19-ാം സാക്ഷിയുടെ മൊഴി വിവിധ പത്രമാധ്യമങ്ങളിൽ സജീവ ചർച്ചയായിരുന്നു. ഇക്കാര്യത്തെപ്പറ്റി അന്വേഷിച്ചതിൽ താഴെ പറയുന്ന കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. 70-ാം സാക്ഷിയുടെ കൂടെയാണ് ശ്യാമള ടീച്ചറെ വീട്ടിൽ പോയി കണ്ടത്. എന്നാൽ 19-ാം സാക്ഷി പറയുന്നു, ശ്യാമള ടീച്ചറെ പോയി കണ്ടപ്പോൾ ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നത് വരെ പെർമിറ്റ് അനുവദിക്കില്ല എന്ന് പറഞ്ഞതായി 19-ാം സാക്ഷിയോട് ചോദിച്ചപ്പോഴുള്ള മറുപടിയാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ അവർ ചൂണ്ടിക്കാണിച്ചത്. എവിടെ വെച്ച്, എപ്പോൾ, ഉത്തരവില്ല. എന്നാൽ 70-ാം സാക്ഷിയുടെ കൂടെയാണ് ഇദ്ദേഹം പോയത്. 70-ാം സാക്ഷി കൊടുത്തിട്ടുള്ള മൊഴി ഇത്തരത്തിലുള്ള ഒരു പരാമർശവും, ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നത് വരെ പെർമിറ്റ് കൊടുക്കില്ല എന്ന ഒരു പരാമർശവും അവർ നടത്തിയിട്ടില്ല, ശ്യാമള ടീച്ചർ നടത്തിയിട്ടില്ല എന്ന്. ഇതിൽ ദൃക്സാക്ഷി ഇവിടെ ഇരിക്കുമ്പോൾ കേട്ട സാക്ഷി എന്ന് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയില്ല എന്നതാണ് അന്വേഷണ റിപ്പോർട്ട്. എന്ന് മാത്രമല്ല, അന്വേഷണ റിപ്പോർട്ടിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നു. വാർത്താ കൺവെൻഷൻ സെന്ററിൽ മെയ് 19 നടക്കുന്ന വിവാഹത്തിൽ എനിക്ക് കൂടി പങ്കെടുക്കേണ്ടതിനാൽ അതിനു മുമ്പ് പെർമിറ്റ് ഉടൻ ശരിയാക്കി കൊടുക്കൂ എന്ന് സെക്രട്ടറിയോട് പറഞ്ഞതായി വിവിധ മൊഴികളിൽ നിന്ന് തെളിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അന്വേഷണ റിപ്പോർട്ടിൽ അവസാനിപ്പിക്കുന്നു, ഈ പശ്ചാത്തലത്തിൽ ശ്യാമള ടീച്ചർക്ക് സാജനോട് എന്തെങ്കിലും തരത്തിലുള്ള വ്യക്തിവിരോധം ഉണ്ടായിരുന്നു എന്ന നിഗമനത്തിലെത്താൻ കഴിയില്ല. മാത്രമല്ല, ഇക്കാര്യത്തിൽ നിയമപരമായോ ധാർമ്മികപരമായോ ഉള്ള യാതൊരു കുറ്റവും ടീച്ചർക്കെതിരെ നിലനിൽക്കത്തക്കതല്ല. ഇത് അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ സമർപ്പിക്കുന്നത് 9/9/2020 2019 നമ്മയെല്ലാം ദുഃഖത്തിലാഴ്ത്തിയ ആ മരണം. ആ മരണത്തിന് ശേഷം ഞങ്ങളെല്ലാം ആ വീട്ടിൽ പോയി. വീട്ടിൽ പോയതിനെ തുടർന്ന് അവിടെ ഈ കാര്യങ്ങൾ സാജന് വേണ്ടി ചെയ്യുന്ന ചുമതലക്കാരനായ ഭാര്യയുടെ പിതാവ് കൂടിയായ അദ്ദേഹവുമായി സംസാരിച്ചതിനെ തുടർന്ന് ഒരു ഹർജി മന്ത്രിക്ക് കൊടുത്തു. ആ ഹർജി മന്ത്രി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുക മാത്രമല്ല ചെയ്തത്, ഒരു ഉന്നതതല ടീമിനെ നിയോഗിച്ച് വാർത്താ കൺവെൻഷൻ സെന്റർ സന്ദർശിക്കാൻ വേണ്ടി അധികാരപ്പെടുത്തി. അവർ വന്നു. നേരത്തെ മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തിയ ന്യൂനതകളിൽ ചിലത് പിന്നീട് ഇവർ പരിഹരിച്ചിരുന്നു. അവശേഷിക്കുന്ന 7 ന്യൂനതകൾ ഈ ഉയർന്ന സംസ്ഥാന തലത്തിൽ നിന്ന് വന്ന ടീം ചൂണ്ടിക്കാട്ടി. അതിൽ 5 പരിഹരിച്ചതുകൊണ്ടുകൂടിയാണ് പക്കാ പെർമിറ്റിന് പകരം ടെമ്പററി പെർമിറ്റ് കിട്ടിയത്. ഇനി പരിഹരിക്കാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു അഷുറൻസ് കൊടുത്തു. അതിലെല്ലാം പൂർണ്ണമായി പങ്കുവഹിച്ചവരാണ് ഞങ്ങളെല്ലാം.
ടീച്ചർ അക്കാലത്ത് വേണമെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ആ പെർമിഷൻ കൊടുക്കാൻ നിങ്ങൾ ഇടപെടരുത് എന്ന് പറയാമായിരുന്നു. ടീച്ചർ ഉൾപ്പെടെയാണ് ഇവർക്ക് പെർമിഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിയത്. വസ്തുത ഇതായിരിക്കെ ഈ കാര്യങ്ങൾ മുഴുവൻ അറിയുന്ന ഒരാളാണ് ടി കെ ഗോവിന്ദൻ മാഷ്. എന്നിട്ടും പച്ചക്കള്ളമല്ലേ പറഞ്ഞത്? ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം പെർമിറ്റ് കൊടുക്കില്ല എന്ന് ടീച്ചർ പറഞ്ഞതായി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. എന്നിട്ടോ അതിൽ ടീച്ചറുടെ പേരിൽ നടപടി വരുമെന്ന് അന്ന് പൊതുയോഗത്തിൽ വ്യക്തമാക്കി എന്നാണ്. യഥാർത്ഥത്തിൽ അന്ന് തന്നെ പാർട്ടിക്ക് അറിയാമായിരുന്നു ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ. അത് കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾ അനുസരിച്ച് ചെയർപേഴ്സണോ ഭരണസമിതി അംഗങ്ങൾക്കോ കെട്ടിട നിർമ്മാണത്തിന്റെ പെർമിറ്റോ ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റോ കൊടുക്കാൻ അവകാശമില്ല, ഭരണസമിതിക്ക് തീരുമാനമെടുക്കാൻ അവകാശമില്ല. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ചെയ്യാവുന്ന കാര്യം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടും അന്വേഷണത്തിന് വരുന്നവരോടും ഇതൊന്ന് പെർമിറ്റ് കൊടുക്കാൻ നിങ്ങൾ സഹായിക്കണമെന്ന് പറയാനാണ്. അത് ശ്യാമള ടീച്ചർ ചെയ്തിട്ടുമുണ്ട്, ഞങ്ങളും ഇടപെട്ടിട്ടുണ്ട്. താൽക്കാലിക പെർമിറ്റ് അങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ പിന്നെ നടപടിയുടെ പ്രശ്നം അന്നേ ഉത്ഭവിച്ചിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ മറ്റൊരു കാര്യം, മുഖ്യമന്ത്രി ഈ നീതികേടിന് കൂട്ടുനിന്നു എന്നാണ്. മുഖ്യമന്ത്രി ഒരു നീതികേടിനും കൂട്ടുനിന്നിട്ടില്ല. അങ്ങനെ നീതികേടിന് കൂട്ടുനിൽക്കുന്ന ഒരാളല്ല മുഖ്യമന്ത്രി. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു നേതാവാണ്. മാത്രമല്ല, സ്ഥാനാർത്ഥി നിർണയ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയോ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയോ ഒരാളും ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയ കാര്യത്തിൽ ഇടപെട്ടിട്ടുമില്ല. സ്ഥാനാർത്ഥികൾ ഓരോ മണ്ഡലത്തിലും ആരാവണമെന്നുള്ളത് അതത് ജില്ലാ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുമ്പാകെ അവതരിപ്പിച്ച് പിന്നീട് മണ്ഡലം കമ്മിറ്റിയിലും വന്ന് സംസ്ഥാന കമ്മിറ്റി അവസാനം അംഗീകരിച്ചാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സീറ്റ് വിഭജനത്തിൽ എത്ര സീറ്റാണോ ഉള്ളത് അത്രയും സീറ്റിൽ സ്ഥാനാർത്ഥികളെ പൂർണ്ണമായി തീരുമാനിച്ചു എന്നാണ് അതിനർത്ഥം. അതിന്മേൽ വ്യത്യസ്തമായ യാതൊരു ചിന്തയും പാർട്ടിയിലില്ല. ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, മലപ്പട്ടത്ത് ഈ വർഗവഞ്ചകനെതിരായി നടന്ന ജനകീയ പ്രതിഷേധമില്ലേ, ഇന്നലെ 3 ഇടങ്ങളിൽ നിന്ന് നടന്ന ജനകീയ പ്രതിഷേധത്തിൽ, ആ പ്രതിഷേധത്തിൽ ടി കെ ഗോവിന്ദൻ മാസ്റ്ററുടെ ബന്ധുക്കളടക്കം പങ്കെടുത്തു. എന്തുകൊണ്ട് അത് പങ്കെടുത്തത്? അങ്ങനെ പങ്കെടുക്കുന്നതിന് കാരണം പാർട്ടി കൈക്കൊണ്ട തീരുമാനം ശരിയാണ്. ഗോവിന്ദൻ മാസ്റ്റർക്ക് സ്ഥാനാർത്ഥി മോഹം ഉണ്ടായിരുന്നു. അതിനോട് മലപ്പട്ടത്തെ ജനങ്ങൾ യോജിക്കുന്നില്ല. ഇതിനു മുമ്പത്തെ ഒരു ചരിത്രം ഞാൻ പറയാം. ഇന്ന് അദ്ദേഹം കോൺഗ്രസിനോടൊപ്പം പോകാനാണല്ലോ നോക്കുന്നത്. കോൺഗ്രസിന്റെ പിന്തുണ തേടിയിട്ടാണല്ലോ സണ്ണി ജോസഫുമായി ചർച്ച നടത്തിയത്. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന കാര്യം, തളിപ്പറമ്പിൽ കോൺഗ്രസ് നിർത്താൻ ആലോചിച്ച സ്ഥാനാർത്ഥിയെ ധർമ്മടത്ത് നിർത്താൻ ആലോചിക്കുന്നു എന്നാണ്. അപ്പോൾ അതിനർത്ഥം കോൺഗ്രസിന്റെ ബാനറിൽ UDF-ന്റെ പിന്തുണയോടെ ഗോവിന്ദൻ മാസ്റ്റർ തളിപ്പറമ്പിൽ മത്സരിച്ചേക്കുമെന്നാണ്. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു കാര്യം, ഞാൻ പാർട്ടിയോട് ചോദിച്ചു എന്താണ് എനിക്ക് അയോഗ്യത എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സ്ഥാനാർത്ഥി മോഹം ഉണ്ടെന്നല്ലേ അദ്ദേഹം പറഞ്ഞ്. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളോടും ഉയർന്ന നേതാക്കന്മാരോടും വ്യക്തിപരമായി അദ്ദേഹം കമ്മിറ്റി കഴിഞ്ഞപ്പോൾ, നിങ്ങളൊന്നും കമ്മിറ്റിയിൽ എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ, എനിക്ക് വല്ലാത്ത വേദനയുണ്ടായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് സ്ഥാനാർത്ഥി മോഹം ഉണ്ടായി എന്നല്ലേ. സ്ഥാനാർത്ഥി നിർണയത്തിന് വേണ്ടിയുള്ള തീരുമാനം ബന്ധപ്പെട്ട പാർട്ടി കമ്മിറ്റികൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം എന്തിനാ പാർട്ടി നേതാക്കളെ കാണാൻ പോയത്? തന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞിട്ട്.
അത് സ്ഥാനാർത്ഥി മോഹമല്ലേ? യഥാർത്ഥത്തിൽ ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് അർഹതയിൽ കൂടുതൽ വിവിധ തലങ്ങളിൽ സ്ഥാനമാനങ്ങളും പദവിയും പാർട്ടി സ്ഥാനവും നൽകിയതിന് ശേഷം ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കാൻ പാടുള്ളൂ. അതൊരു രാഷ്ട്രീയ വഞ്ചനയല്ലേ? ആ രാഷ്ട്രീയ വഞ്ചനക്കെതിരായിട്ടുള്ള പാർട്ടി പ്രവർത്തകന്മാരുടെയും അനുഭാവികളുടെയും രോഷപ്രകടനം മലപ്പട്ടത്ത് നിന്ന് ആരംഭിച്ചത് അത് തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഉടനീളം ഉണ്ടാവും. അദ്ദേഹം പല്ലിൽ കുത്തി നാറ്റിക്കുകയാണ്. അദ്ദേഹം തളിപ്പറമ്പ് മണ്ഡലത്തിൽ ശ്യാമള ടീച്ചർ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസുമായി ചേർന്ന് രാഷ്ട്രീയ വഞ്ചനയിൽ ഏർപ്പെടുകയാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ പാർട്ടിയെ തകർക്കാൻ വേണ്ടി ഏത് കൊലകൊമ്പൻ വന്നാലും അവർക്കെതിരെ പാർട്ടിയെ സംരക്ഷിക്കാൻ ഒറ്റക്കെട്ടായി ഇറങ്ങും. അതാണ് ഭൂതകാല ചരിത്രം. അതിന് മലപ്പട്ട ഒരു ഉദാഹരണമാണ്. മലപ്പട്ടത്ത് കുറച്ചു മുമ്പ് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ അവിടുത്തെ ജനങ്ങളെ അപമാനിക്കുന്ന ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗം മലപ്പട്ടത്തെ ജനങ്ങൾ മുഴുവൻ അപമാനിക്കുന്നതായിരുന്നു. അതിനെതിരെ ഒരു ആത്മാഭിമാന സദസ്സ് മലപ്പട്ടത്ത് നടത്തി. ഇപ്പോൾ കോൺഗ്രസിനോടൊപ്പം ചേരുന്ന പ്രതിപക്ഷ നേതാവ് അപമാനിച്ച മലപ്പട്ടത്തെ ജനങ്ങളെ അപമാനിച്ച ആ പ്രശ്നത്തിൽ അന്ന് ആത്മാഭിമാന സദസ്സിൽ അധ്യക്ഷത വഹിച്ച് പ്രസംഗിച്ച ടി കെ ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് അതേ പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിക്കാരോടൊപ്പമാണ് ചേർന്ന് അപമാനിതനായി നിൽക്കുന്നത്. ആത്മാഭിമാന സദസ്സിൽ വ്യക്തമാക്കപ്പെട്ട മലപ്പട്ടത്തിന്റെ പാരമ്പര്യം എന്താ? ഒരു പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ ജീവനക്കാർ മലപ്പട്ടത്താണ്. അതിന് കാരണം മലപ്പട്ടത്തെ വായനശാലയുടെ പ്രബുദ്ധതയാണ്. അവിടുത്തെ വായനശാലകൾ പലതും PSC കോച്ചിങ് സംഘടിപ്പിക്കുന്നു. അതിനെ തുടർന്ന് പലരും വിദ്യാസമ്പന്നരായി, പലരും PSC വഴി പരീക്ഷ എഴുതി ജോലി നേടി. ഈ പാരമ്പര്യമുള്ള ഒരു നാടിനെ അപമാനിച്ച പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിയോടൊപ്പം ചേരാൻ പോകുന്ന ഗോവിന്ദൻ മാസ്റ്ററുടെ രാഷ്ട്രീയ വഞ്ചന ജനങ്ങൾ തിരിച്ചറിയും. അതുകൊണ്ട് ഞങ്ങൾക്കൊരു സംശയവുമില്ല, അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി മോഹമാണ്. ആ സ്ഥാനാർത്ഥി മോഹത്തെ തുടർന്നുള്ള പല കള്ളപ്രചരണങ്ങളുമാണ് അദ്ദേഹം നടത്തിയത്. അദ്ദേഹം പറയുന്നത് നേരത്തെ ജനറൽ സെക്രട്ടറി പറഞ്ഞു ഈ സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിലൊക്കെ ഒരു സംഘടനാ രീതിയുണ്ട്. ആ പ്രോസസ് ഒക്കെ അട്ടിമറിക്കപ്പെടുകയാണ്. ഏകപക്ഷീയമായ സംസ്ഥാന സെക്രട്ടറി ഈ രീതിയിൽ ഒരു പട്ടിക അവതരിപ്പിക്കുന്നു. മറ്റൊന്നും പറഞ്ഞിട്ട് പാർട്ടിക്ക് അകത്തൊരു ഫൈറ്റിന് സ്കോപ്പില്ല, അതുകൊണ്ട് പുറത്തു വരുന്ന വാർത്താ സമ്മേളനം നടന്നു പറയുന്നു. അത് പച്ചക്കള്ളാണ്. ആ പച്ചക്കള്ളാണെന്ന് മാത്രമല്ല, അവരെല്ലാം, അത് കുഞ്ഞികൃഷ്ണനായാലും ഗോവിന്ദൻ മാഷായാലും, പാർട്ടിയെ തിരുത്തിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ശത്രുവിന്റെ കൂടെ നിന്ന് മത്സരിക്കുകയാണ്. അവര് മത്സരിക്കുന്നില്ലെങ്കിൽ നമുക്ക് പറയാം, അവര് പാർട്ടിയെ തകർക്കാൻ വേണ്ടി ശത്രുവിനോടൊപ്പം നിന്ന് മത്സരിക്കുന്ന ആൾക്ക് ഇതാ ഞങ്ങൾ തിരുത്താൻ നോക്കുന്നവരാണെന്ന് പറയാൻ എന്ത് ധാർമ്മികതയാ? രാഷ്ട്രീയമായ എന്ത് ധാർമ്മികതയാ? താങ്കളെ വീട്ടിൽ വന്ന് കണ്ടിരുന്നു എന്നും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ താങ്കൾ തലകുലുക്കി കേട്ടു എന്നും എതിർത്തൊന്നും പറഞ്ഞില്ല എന്നും അതിനുശേഷം പാർട്ടിയിൽ നിന്ന് വിട്ടുപോകരുത് എന്നൊരു അഭ്യർത്ഥനയാണ് എന്നോട് നടത്തിയത് എന്നുമാണ് കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ചാനലുകളിൽ വന്നത് നമുക്കൊന്ന് വായിക്കാം. അദ്ദേഹം പറഞ്ഞത് എന്താ? അദ്ദേഹം പറഞ്ഞത് EP ജയരാജൻ, MP ജയരാജൻ എന്നിവരെ കണ്ടു. മുഴുവൻ അക്കമിട്ട് പറഞ്ഞു, കടുത്ത തീരുമാനത്തിലേക്ക് പോകരുത് എന്നാണ് EP-യും MP ജയരാജനും പറഞ്ഞത്. KP സഹദേവേട്ടനും കടുത്ത തീരുമാനത്തിലേക്ക് പോകരുത് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ഗോവിന്ദ മാഷേ, നിങ്ങൾ വാർത്താ സമ്മേളനം നടത്തി പാർട്ടിയെ വെല്ലുവിളിക്കരുത്, പാർട്ടിയെ തകർക്കരുത്. 5.5 ലക്ഷത്തോളം വരുന്ന കമ്മ്യൂണിസ്റ്റുകാരായ പാർട്ടി അംഗങ്ങൾ ചോര നീരാക്കി വളർത്തിയ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ മലപ്പട്ടത്തെ മണ്ണിൽ കുഞ്ഞിക്കണ്ണന്റെ നേതൃത്വത്തിൽ ധീരമായി നടന്ന കർഷക പോരാട്ടത്തിന്റെ ഭൂമിയിൽ കാവുമ്പായി രക്തസാക്ഷികൾ
ജീവരക്തം കൊണ്ട് തുടുത്ത് വളർത്തിയെടുത്ത പ്രസ്ഥാനത്തെ ഒരു ടി കെ ഗോവിന്ദൻ വിചാരിച്ചാൽ തകർക്കാൻ കഴിയുമോ? ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ കണ്ടിരുന്നു. കാരണം ഞങ്ങളുടെ സഹപ്രവർത്തകരാണ്. ഞങ്ങളുടെ ജീവൻ അവസാനിക്കുന്നതുവരെയും ഒരു പാർട്ടി മെമ്പറെയും പാർട്ടി പ്രവർത്തകനെയും പാർട്ടിയിൽ നിന്ന് വിട്ടേക്കാൻ പാടില്ല. ഈ ബോധ്യം കൊണ്ട് ഒരു തവണയല്ല, ഒട്ടേറെ തവണ അങ്ങനെ പറഞ്ഞപ്പോ അദ്ദേഹം ഒരു ഘട്ടത്തിൽ അന്ന് തീരുമാനിച്ച വാർത്താ സമ്മേളനം നിർത്തി. അത് ഞങ്ങൾ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പറഞ്ഞു. ഇത് പാർട്ടിയുടെ ഒരു ശത്രുവായി പാർട്ടിക്കകത്ത് ദീർഘകാലം പ്രവർത്തിച്ചയാൾ മാറിയാൽ പിന്നെ കെട്ട തക്കാളിയാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞതാ. ബന്ധപ്പെട്ടവർക്കെതിരെ നടപടി ഉണ്ടാക്കുമെന്ന് പി ജയരാജൻ പ്രസംഗിച്ചുവെന്നും അത് ആ നിലപാടിനൊപ്പം നിന്നവരെ ശത്രുക്കളായി കണ്ടു. പിന്നീട് അതിന്റെ ഭാഗമായാണ് വടകരയിൽ കൊണ്ടുപോയി പി ജയരാജനെ മത്സരിപ്പിച്ചതും പിന്നീട് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയതും പിന്നീട് തിരിച്ചെത്താൻ കഴിയാത്ത രീതിയിൽ മാറ്റിയതെന്നാണ് ഇന്നലെ പറഞ്ഞതിൽ ഒരു ഭാഗം. എന്നെ കണ്ണൂർ ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിപ്പിച്ചിരുന്നു. ഞാൻ അന്ന് പറയണം പാർട്ടിയോട്, ഈ തോക്കുന്ന സ്ഥലത്ത് എന്തിനാണ് എന്നെ നിർത്തിയത്? കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ എന്നെ മത്സരിപ്പിച്ചിരുന്നു. രാകേഷും മത്സരിച്ചിരുന്നു. ഇതൊന്നും പാർട്ടി ഏതെങ്കിലും ഒരു കേഡറെ ഒരിടത്ത് കൊണ്ടുപോയി തോൽപ്പിക്കാനല്ല. പിന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം സംഘടനാപരമായ ചുമതലകൾ അദ്ദേഹം അതും പറഞ്ഞു. വടകരയിൽ പി ജയരാജൻ മത്സരിച്ചു. അതിനുശേഷം ജില്ലാ സെക്രട്ടറിയുടെ ചുമതല അദ്ദേഹത്തിന് നൽകിയില്ല. അന്നത്തെ പാർട്ടിയുടെ തീരുമാനം, ഞാൻ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇവിടെ സംഘടനാ ചുമതല ഏറ്റെടുക്കുമ്പോൾ അവിടുന്ന് രാജിവെച്ച് വരണം. അത്തരം ഒരു ഘട്ടത്തിൽ സെക്രട്ടറിയുടെ ചുമതല തന്നെ നൽകണം, താൽക്കാലിക സെക്രട്ടറി ആയിട്ടല്ല എന്നത് പി ജയരാജൻ അടക്കമുള്ള ടി കെ ഗോവിന്ദൻ മാഷ് അടക്കമുള്ള ജില്ലാ കമ്മിറ്റി കൈക്കൊണ്ട തീരുമാനമാണ്. അതുകൊണ്ട് അതിൽ ഇപ്പൊ വീണ്ടും അദ്ദേഹത്തിന് വല്ല സംശയവും വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വല്ല സംശയവും ഇല്ല. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, പി കെ ശ്യാമളക്കും പി പി ദിവ്യക്കും രണ്ട് നീതിയാണ് നടപ്പാക്കിയത് എന്നാണ്. ഇത് നമ്മുടെ പ്രവാസി വ്യവസായിയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടുള്ള FIR ഒപ്പം അന്തിമ റിപ്പോർട്ട്, ഇത് രണ്ടും. ഇതുപോലൊരു FIR ദിവ്യയുടെ ആ പ്രസംഗം സംബന്ധിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയ എൻ്റെ വാട്സപ്പിലുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇത് FIR എടുക്കാം നമുക്ക്, ശ്യാമള ടീച്ചറുടെ. ഇതിൽ പ്രതിപട്ടികയിലില്ല. FIR അന്ന് രജിസ്റ്റർ ചെയ്യുന്നതും പരാതി കൊടുക്കുന്നതുമെല്ലാം ബന്ധുക്കളാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. എന്നാൽ മറ്റതിലോ പി ദിവ്യ പ്രതിയാണ്. എന്താ കാരണം? ആ പ്രസംഗത്തിൽ ദൗർഭാഗ്യകരമായ ഒരു അവതരണമായതുകൊണ്ട് ആ ഉദ്യോഗസ്ഥന് വേദനയുണ്ടാക്കി. ദിവ്യ ഒരിക്കലും ആ ഉദ്യോഗസ്ഥൻ മരണപ്പെടണമെന്ന് ആഗ്രഹിച്ച് പറഞ്ഞ പ്രസംഗമല്ല. പക്ഷേ അപ്രതീക്ഷിതമായിട്ടൊരു മരണം നടന്നു. അതിനെ തുടർന്ന് പ്രതിസ്ഥാനത്തായി. അങ്ങനെ വന്നപ്പോൾ ദിവ്യയുടെ പ്രശ്നത്തിൽ റിമാൻഡ് ചെയ്യപ്പെട്ടു. പ്രശ്നത്തിൽ സ്വീകരിച്ച സമീപനവും ശ്യാമളിയുടെ പ്രശ്നത്തിൽ സ്വീകരിച്ച സമീപനവും രണ്ടും രണ്ടാണ്. അതേസമയം തന്നെ ഇതേ വിഷയത്തിൽ തന്നെയായിരുന്നു ചുഴലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൾ ആയിരുന്ന TK ശശിധരൻ മാസ്റ്റർ ആത്മഹത്യാ സമയത്ത് അന്നത്തെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന ജെയിംസ് മാത്യുവിന് അന്ന് പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നു, റിമാൻഡ് ആയിരുന്നു. അന്ന് പാർട്ടി നടപടി എടുത്തിരുന്നില്ല. എന്താ എടുക്കാതിരിക്കാൻ കാരണം? അന്നും പ്രതിപട്ടികയിലുണ്ടായിരുന്നു. അതെ, ജെയിംസ് മാത്യുവിന്റെ ആ പങ്ക് സംബന്ധിച്ച് വിശദമായി നമ്മൾ നോക്കിയപ്പോ അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. അദ്ദേഹം ചെയ്ത കാര്യം എന്താ? അല്ല, അതിന്റെ സംഭവം ആ സംഭവം ശ്രദ്ധിക്കുക. ആ സംഭവം അദ്ദേഹം ആ ടാഗോർ സ്കൂളിലെ അഡ്മിഷൻ പരീക്ഷാ നടത്തിപ്പിലൂടെ നിയന്ത്രിക്കണമെന്നത് വന്നപ്പോൾ
ഇപ്പൊ കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥി പ്രവേശനം നടക്കുന്നു. ആ മെറിറ്റ് എല്ലാവർക്കും പ്രവേശനം കിട്ടണമെന്ന് പറഞ്ഞതാണോ തെറ്റ്? FIR തന്നെ പറയുന്നു. FIR തന്നെ പറയുന്നു. അതെ, FIR തന്നെ പറയുന്നു. അതിനുശേഷം അത് റദ്ദായി. അന്ന് പാർട്ടി എടുത്ത നിലപാടിന്റെ ശരിമ പിന്നീട് ബോധ്യായി. PP ദിവ്യയുടെ കാര്യത്തിൽ PP ദിവ്യ ബോധപൂർവം ഒരു മരണമുണ്ടാക്കാൻ വേണ്ടി ചെയ്ത പ്രസംഗമല്ല. അത് പാർട്ടിക്ക് ബോധ്യമുണ്ട്. അല്ല, നടപടി എന്ന് പറയുന്നത് എന്താ? അത് അന്ന് ഉയർന്നു വന്ന പ്രശ്നമുണ്ടല്ലോ. ഒരാളുടെ ആത്മഹത്യക്ക് ഇടയാക്കി എന്ന് മാത്രമല്ല, ഗൗരവമായ വിഷയമായിട്ട് അത് ഉയർന്നു വന്നല്ലോ സമൂഹത്തിന് മുമ്പാകെ. ജെയിംസിന്റെ പ്രശ്നത്തിൽ എന്താ? ജെയിംസിന്റെ പ്രശ്നം എന്ന് പറയുന്നത് അതൊരു സ്കൂളിലെ സാധാരണക്കാരായ രക്ഷിതാക്കളുടെ കുട്ടികൾക്ക് പ്രവേശനം കിട്ടേണ്ട പ്രശ്നത്തിൽ നിലപാട് സ്വീകരിച്ച അത് രണ്ടും രണ്ടാ. ഇത് പ്രസംഗത്തിൽ രണ്ടും രണ്ടാണെന്ന് പറയുന്നതിന് കാരണം, പ്രസംഗത്തിൽ PP ദിവ്യ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെല്ലാം നല്ല നിലയിൽ പ്രവർത്തിക്കണം എന്ന് പറയുന്ന, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് പറയുന്ന പ്രസംഗം മാത്രമാണെങ്കിൽ തർക്കം ഉണ്ടാവില്ല. ജെയിംസ് നടത്തിയതെന്താ? കുട്ടികൾക്കെല്ലാം വിദ്യാർത്ഥി പ്രവേശനം കിട്ടണം അവിടെ. ഇത് രണ്ട് വിഷയമാണ്. അല്ല, അതിനകത്ത് ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെയിംസ് മാത്യുവിന്റെ പ്രശ്നത്തിൽ FIR പേരുണ്ട്. ജെയിംസ് മാത്യുവിന്റെ മരണത്തിനിടയാക്കിയ ശശിധരൻ മാസ്റ്ററുടെ ആത്മഹത്യാ കുറിപ്പിലടക്കം ജെയിംസ് മാത്യുവിന്റെ പേര് രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ PP ദിവ്യയുടെ കേസിനകത്തും PP ദിവ്യയുടെ ഒരു ഭാഗം, ഇപ്പൊ ജയരാട്ടൻ പറയുന്ന ആ പരിപാടിയിൽ പങ്കെടുത്ത് നടത്തിയ പ്രസംഗം അത് ന്യായീകരിക്കാൻ വേണ്ടി കഴിയില്ല. പക്ഷെ അതേസമയം തന്നെ PP ദിവ്യ പറഞ്ഞ ആരോപണങ്ങൾ ശരിവെക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഇപ്പോഴും പാർട്ടി കാണുന്നില്ല എന്നുള്ള ഒരു ധാർമ്മിക അല്ല, അതിലൊരു തർക്കമില്ല. അതിൽ അന്വേഷണം പൂർണ്ണമായി മുന്നോട്ട് പോകണം. ഇപ്പൊ തുടരന്വേഷണത്തിന് ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. മാത്രമല്ല, PP ദിവ്യയുടെ പ്രശ്നത്തിൽ നിയമപരമായ എല്ലാ സാധ്യതയും തേടുകയും ചെയ്യുന്നുണ്ട്. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. ഇരട്ട നീതിയേ ഇല്ലാന്ന്. ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ, നിങ്ങളെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കണം. ചിലരെല്ലാം തെറ്റായിട്ടൊക്കെ പോകുന്നു. അങ്ങനെ പാടില്ല. എന്താ ജെയിംസ് നടത്തിയത്? പ്രിൻസിപ്പൽ എല്ലാവരും ഈ സ്കൂളിൽ അഡ്മിഷൻ കിട്ടത്തക്ക നിലയിൽ പ്രവർത്തിക്കണം. സർക്കാരിന്റെ നയം അതാണ് PTA പറയുന്നത്. ഇത് രണ്ടും ഒന്നാകുന്ന എങ്ങനെയാ? എല്ലാം രണ്ടും എങ്ങനെയാ ഒന്നാവുന്നത്? രണ്ടും എങ്ങനെയാ ഒന്നാവുന്നത്? ജെയിംസ് അല്ലല്ല, ഒരേ വകുപ്പ് എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. എന്നെ കേസിൽ പ്രതിയാക്കി MP രാഘവനെയും അതുപോലെ തന്നെ മറ്റുള്ളവരെയും കൊല്ലാൻ നോക്കിയിട്ട് ഞാൻ ഒരു പങ്കും വഹിച്ചില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ പത്മനാഭൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിൽ വന്നത്. അപ്പൊ രണ്ടും രണ്ട് സാഹചര്യമാണ്. അതുകൊണ്ട് നിങ്ങളതിനെ രണ്ടും ഒന്നാണെന്ന് പറഞ്ഞ് ഒരു FIRന്റെ സാങ്കേതികത്വത്തിൽ പിടിച്ചു നിന്നാൽ ഏടിയാവും. അല്ല, FIRന്റെ കാര്യത്തിൽ പ്രസക്തിയുമുണ്ട്. മറ്റത് FIR വന്നത് തന്നെ വസ്തുതാപരമായി ശരിയല്ല. അതാ ഞാൻ പറഞ്ഞത്. എൻഡോഴ്സ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ ശരിവെക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ ഇന്നലെ നടത്തിയത്. പാർട്ടി ആവശ്യത്തിൽ പാർട്ടി തലത്തിലുള്ള പരിശോധനകൾ, അന്വേഷണങ്ങൾ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ എല്ലാം നടത്തിയിരുന്നു. അന്ന് തന്നെ പാർട്ടി പറയുകയും ചെയ്തിരുന്നു. ധാർമ്മികമായോ രാഷ്ട്രീയമായോ നിയമപരമായോ PK ശ്യാമള ടീച്ചർക്ക് സാജന്റെ ആത്മഹത്യയുമായി ഒരു പങ്കുമില്ല. പരസ്യ ശത്രുവായിട്ട് പോയ ആള് പരസ്യ സംവാദത്തിന് വിളിക്കലോ? അതൊരു അത്ഭുതമാണല്ലോ. ശത്രുവായിട്ട് നിൽക്കുന്ന ഒരാള് പരസ്യ സംവാദത്തിന് ഞങ്ങളെ ക്ഷണിക്കുന്നു എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു പോയ പോക്കിലുള്ള ഒരു അബദ്ധമായി തോന്നിയതാണോ? ആയിക്കോട്ടെ, അദ്ദേഹം പോയത് തെറ്റാണെന്ന് പറയുമോ? അദ്ദേഹം പോയതും പാർട്ടിയെ വഞ്ചിച്ചതും തെറ്റാണെന്ന് ആദ്യം പറഞ്ഞാൽ ഏത് സംവാദത്തിൽ നിന്ന് നമുക്ക് പോകാനോ? ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനാട്ടിപ്പ പറഞ്ഞു, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഭാഗമായിട്ട് ആളുകളൊക്കെ സംഘാടക സമിതിയുടെ ഭാഗമാണ്. ഈ പറയുന്ന കണക്ക് അവതരിപ്പിച്ച കമ്മിറ്റിയിൽ ഉൾപ്പെടെ ഏതെങ്കിലും ഇതര CPI അല്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ആരെങ്കിലും പങ്കെടുത്തിരുന്നു? തളിപ്പറമ്പ് മണ്ഡലത്തിലെ
UDFന്റെ പ്രസിഡന്റുമാരടക്കമുള്ളവർ ഈ ഹാപ്പിനെസ് ഫെസ്റ്റിന്റെ ഭാഗമാണ്. ആരൊക്കെയാണെന്നുള്ളത് അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ആരൊക്കെയാണോ മണ്ഡലത്തിൽ UDFന്റെ പ്രസിഡന്റുമാർ അത് അവരൊക്കെ ഈ കണക്ക് അവതരിപ്പിച്ച കമ്മിറ്റിയിൽ പങ്കെടുക്കും. അല്ല, അവരാ ഫെസ്റ്റിവൽ കമ്മിറ്റിയിൽ സംഘാടക സമിതിയിലുണ്ട്. അവർ ഈ കണക്ക് അവതരിപ്പിച്ച കമ്മിറ്റിയിലൊക്കെ ഒന്നും ക്ഷണം ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അവരൊന്നും അറിയിച്ചിട്ടില്ല എന്നുള്ളത്. ഞാൻ ഇവിടെ പറയുന്ന വെറുതെ കടലാസ് എടുത്തിട്ടല്ല, ഇത് കോപ്പി തരാൻ. അല്ല, അത് ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ പറഞ്ഞാൽ മതി. എല്ലാം ഈ ഇൻകം ടാക്സിന് സമർപ്പിച്ച റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇൻകം ടാക്സിന് റിട്ടേൺസ് അടക്കം കിട്ടണമെങ്കിൽ അത് കൃത്യമായി കണക്കല്ലാതെ റിട്ടേൺസ് അടക്കം കിട്ടില്ല. കണക്കിന്റെ കാര്യത്തിലല്ല ചേരാട്ടാ. അപ്പൊ കണക്കിൽ തെറ്റില്ല. കണക്ക് നമ്മൾ പരിശോധിച്ചില്ലല്ലോ, നമുക്കറിയില്ലല്ലോ. അല്ല, കോപ്പിയാരാ ഇപ്പൊ പരിശോധിച്ചു. നോക്കാം നമുക്ക്. അതേപോലെ തന്നെ നേരത്തെ പറയുന്നത് ഇതര രാഷ്ട്രീയത്തിൽ CPIM അല്ലാത്ത ആരെങ്കിലും ഈ ഹാപ്പിനെസ് ഫെസ്റ്റിവലിന്റെ സംഘാടക സമിതിയുടെ ഭാരവാഹിത്വത്തിലുണ്ടോ? അതുപോലെ തന്നെ കണക്ക് അവതരിപ്പിച്ച കമ്മിറ്റിയിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ആരെങ്കിലും ഒക്കെ ഭാഗമായിട്ടുണ്ടോ? അവരുടെ പേര് വേണമെങ്കിൽ എടുത്തു തരാം ആരൊക്കെയാണെന്നുള്ളത്. അവര് പറയുന്ന ആരും ക്ഷണിച്ചിട്ടില്ല എന്നുള്ളത്. ആര് പറയുന്നു അത്? അതിന്റെ ആ മണ്ഡലത്തിൽ വരുന്ന ആര്? തദ്ദേശ ഭരണ സ്ഥാപനത്തിലെ ആര്? പേര് പറഞ്ഞാലോ? അപ്പൊ പേര് നിങ്ങളെടുക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്നോട് ഒരു പേരിന് ചോദിച്ചാലോ? അതേന്ന് സംഘാടക സമിതിയിൽ മണ്ഡലം പരിധിയിലുള്ള ജനപ്രതിനിധികളെല്ലാം ക്ഷണിച്ചിട്ടാണ്. പിന്നെ നമ്മളെ VD സതീശൻ മോഡൽ ഉണ്ടല്ലോ, എല്ലാ നല്ല കാര്യങ്ങൾക്കും ബഹിഷ്കരണം. തുരങ്കപാതയുടെ നിർമ്മാണം വന്നപ്പോൾ ഉടൻ VD സതീശൻ പറഞ്ഞല്ലോ, ഞാൻ അതിനെയും എതിർക്കും. അങ്ങനെ അന്ധമായ രാഷ്ട്രീയ വിരോധം വെച്ചു പുലർത്തുന്ന വല്ലവരും ഉണ്ടോ എന്ന് പറയാൻ കഴിയില്ല. ഹാപ്പിനെസ് ഫെസ്റ്റ് എങ്ങനെ വന്നാലും ഒരു നല്ല വിജയമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മതിയല്ലോ. തുടരെ രണ്ട് ജില്ലാ നേതാക്കൾ ക്രമക്കേട് പാർട്ടിയിൽ അഴിമതി ആരോപിച്ച് പുറത്തു പോകും. നേരത്തെ ജെയിംസ് മാത്യു ഒരു സജീവ സ്റ്റേറ്റ് കമ്മിറ്റി അംഗമായിരുന്നു, പ്രവർത്തനം അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ. CKP പത്മനാഭനും സംസ്ഥാന തലത്തിൽ നിറഞ്ഞ നേതാവാണ്, പ്രവർത്തനം അവസാനിപ്പിക്കുന്നത്. ഇങ്ങനെ ഇതെല്ലാം ഒറ്റപ്പെട്ട പ്രശ്നങ്ങളായാണ് കാണുന്നത്. കണ്ണൂർ പോലെ CPM ഏറ്റവും ശക്തിയുള്ള ഒരു ജില്ലയിൽ എന്താ സംഭവിക്കുന്നത്? അല്ല, അതിലെല്ലാം ഓരോന്നിനും വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളാണ്. ഒന്ന്, നമ്മുടെ TK ഗോവിന്ദൻ മാഷുടേത് സ്വയം സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയിട്ടുള്ള മോഹത്താൽ ഉണ്ടായ രാഷ്ട്രീയ വഞ്ചനയാണ്. എന്നാൽ അതൊന്നുമല്ല മറ്റ് ചിലരുടെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച പ്രശ്നം. കുഞ്ഞികൃഷ്ണന്റെ പ്രശ്നം എന്താ? മധുവിരോധമാണ്. CKP പാർട്ടിയിൽ ആരോഗ്യം അനുവദിക്കാതിരുന്നിട്ടുകൂടി അവിടെ പഴയങ്ങാടിയിലും മാടായേറിയിലും നടക്കുന്ന എല്ലാ പരിപാടികളിലും പാർട്ടിയോടൊപ്പമാണ്. ഇപ്പൊ ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ പൂർണ്ണമായി അദ്ദേഹം പാർട്ടി പ്രവർത്തനത്തിലുണ്ടാവും. അതുകൊണ്ട് എല്ലാവരെയും നിങ്ങൾ ഒരുപോലെ അളക്കരുത്. അതായത് ഇപ്പോൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു TK ഗോവിന്ദനൊക്കെ അധികാര ഭ്രമം ബാധിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. പാർട്ടിയുടെ ഇത്രയും കാലത്ത് ജില്ലാ സെക്രട്ടേറിയറ്റിന് അദ്ദേഹം ഏകദേശം ഒരു 10 വർഷത്തിലൊക്കെ മുകളിലായി എന്നാണ് തോന്നുന്നത്. അപ്പോൾ അത്രയും അധികം പാരമ്പര്യമുള്ള നേതാവിന് പോലും അധികാര ഭ്രമം ബാധിച്ചത്, ഈ പാർലമെന്ററി വ്യാമോഹം ബാധിക്കുന്നത് തിരിച്ചറിയാൻ പാർട്ടിക്ക് കഴിയുന്നില്ല. സ്വാഭാവികമായി അതൊരു പാർട്ടിക്കകത്ത് ഇതൊരു പരിശോധനയ്ക്ക് വിധേയമാക്കണം. തീർച്ചയായും MV ജയരാജന് പാർലമെന്ററി വ്യാമോഹം വരാതിരിക്കാനുള്ള ജാഗ്രത പാർട്ടിയിൽ ഉണ്ടാവണം. അത് ജയരാജനും ശ്രദ്ധിക്കണം, ഒപ്പം പാർട്ടിയും ശ്രദ്ധിക്കണം. തീർച്ചയായും അതിന്റെ ഭാഗമാണ് സംഘടനാപരമായ പരിശോധനകൾ ഞങ്ങൾ നടത്തുന്നത്. പയ്യന്നൂരിൽ വ്യക്തിവിരോധം എന്ന് പറഞ്ഞ് കുഞ്ഞികൃഷ്ണന്റെ കണക്കുകൾ ഓരോന്നും ജില്ലാ കമ്മിറ്റി സെക്രട്ടറി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. പക്ഷേ ആ കണക്കുകളെല്ലാം ശരിയെന്ന് പറയുന്നത് ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അദ്ദേഹത്തെ പുറത്തു പോയെങ്കിൽ പോലും ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് എന്ന് പറയുന്നത് അവതരിപ്പിച്ച എല്ലാ കണക്കുകളും ക്രമക്കേടുകളും കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതാണ് ശരിയെന്ന്. അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ പയ്യന്നൂരിൽ കൂടുതൽ അസംതൃപ്തരായ നേതാക്കൾ ഇപ്പോഴും ഏരിയ കമ്മിറ്റിയിൽ നടക്കം കൂടുതൽ പേർ പുറത്തേക്ക് പോകുമെന്നും പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പാർട്ടി എങ്ങനെ കാണുന്നു? പ്രത്യേകിച്ചും ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വന്ന് ഞാൻ പറഞ്ഞത് അതാണ്, പല്ലിൽ കുത്തി നാറ്റിക്കൽ. ഇതേ ഗോവിന്ദൻ മാസ്റ്റർ അവിടെ പോയിട്ട് പാർട്ടി സഖാക്കളോട് പറഞ്ഞു, പാർട്ടി എടുത്ത തീരുമാനവും സംഘടനാപരമായ കാര്യങ്ങളും, എന്നിട്ട് കണക്കും അദ്ദേഹം കമ്മിറ്റിയിൽ പറഞ്ഞു തികച്ചും ശരിയാണ്. എന്നിട്ട് ഇപ്പൊ പറയുന്നു അദ്ദേഹം കോൺഗ്രസിൽ പോകാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാർക്ക് വിശ്വാസം വരാൻ ഇപ്പോൾ കണക്ക് തെറ്റാണ്. എന്റെ ഗോവിന്ദൻ മാഷേ, ഇത് വേണം. എന്തിനാണ് ഒരു മാസം മുമ്പ് പോയി പറഞ്ഞ കാര്യം ഇപ്പൊ കോൺഗ്രസിൽ പോകാൻ വേണ്ടി
സീറ്റിനു വേണ്ടി ഈ പണിയെടുക്കുന്നത്? ഇതേ ഞങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. ടി കെ ഗോവിന്ദൻ മാഷ് മാത്രമല്ല, ഏരിയ കമ്മിറ്റിയിൽ പലരും ഇതേ അത് നിങ്ങളുടെ വ്യാഖ്യാനവും ഗോവിന്ദൻ മാഷ് കോട്ട് ചെയ്യുന്നതല്ലേ? അല്ല, അതെ. കമ്മിറ്റിക്കകത്ത് പോലും പലരും ഇതേ ആരോപണം കണക്കിൽ അവതരിപ്പിക്കാൻ. നിങ്ങളെ ഏരിയ കമ്മിറ്റിയിലുണ്ടോ? നിങ്ങളെ ഏരിയ കമ്മിറ്റിയിലുണ്ടോ? അതെ, ഇദ്ദേഹത്തോട് പലരും പറഞ്ഞിട്ടുണ്ട്. പാർട്ടി അതെ, ഏരിയ കമ്മിറ്റി ഞങ്ങളല്ലേ അങ്ങനെ പോകുന്നത്. ആ ഏരിയ കമ്മിറ്റിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഈ പറയുന്നതൊക്കെ വെറുന്നുണയാണ്, വെറുതെ പ്രചരിപ്പിക്കുക, വെറുതെ പ്രചരിപ്പിക്കുക. നിങ്ങൾ നുണ പറയാണ്, ഒരടിസ്ഥാനം ഇല്ലാത്ത. പക്ഷെ തളിപ്പറമ്പിൽ എത്ര ഭൂരിപക്ഷമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്? തളിപ്പറമ്പിൽ നമ്മൾ ജയിക്കും, LDF ജയിക്കും. മാത്രമല്ല, ഇപ്പോൾ തളിപ്പറമ്പിൽ ഉണ്ടായിട്ടുള്ള പുതിയ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ പാർട്ടിയാകെ ഒറ്റക്കെട്ടായി ഈ വർഗവഞ്ചകനെയും രാഷ്ട്രീയ വഞ്ചന കാണിച്ച ആൾക്കും എതിരായ പോരാട്ടം UDF-നെതിരായിട്ടുള്ള പോരാട്ടമായി മാറും. ഭൂരിപക്ഷവും വർദ്ധിക്കും, അതിലൊന്നും തർക്കമില്ല.